അമ്മേ അമ്മ എന്തിനിപ്പോ ഇങ്ങനെ അടിച്ചു വരണേ? കണ്ടോച്ചാ, ഞാൻ അമ്മോട് പറഞ്ഞതാ അമ്മ പണിയൊന്നും എടുക്കണ്ട, പണിക്കാരെ ഏൽപ്പിക്കാന്നുള്ളത്. നിന്റെ കല്യാണം കഴിയപ്പോ അമ്മ ഒറ്റക്കാലം ചെയ്യുന്നത് അവള് വെറുതെ ഇരിക്കില്ലാണ്. എന്തിനു വെറുതെ ഇരിക്കുന്ന മോളെ? വെറുതെ ഇരുന്നാൽ ശരീരം പിന്നീട് വേദനയാണ്. ദേഹമാണെങ്കിൽ ഓരോ പണിയെടുക്കണം നല്ലത്. ആരാ ഉള്ളത്? നമ്മൾ 4 ആള്, മരുമോനാണെങ്കിൽ ഗൾഫിലും. എന്തിനു പണിക്കാരനും ഇവിടുന്ന്? അമ്മേ, നമ്മളിവിടെ 4 ആളുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പണികൾ കഴിയില്ല ചെയ്താലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം, ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിയുമ്പോഴത്തേക്ക് രാത്രിത്തെ ഉണ്ടാക്കണം, അതിൻ്റെ ഇടയിൽ പാത്രം കഴുകല്, വീട് വൃത്തിയാക്കല്, അങ്ങനെ എത്ര പണികൾ അവിടെ ഉള്ളത്. ഏട്ടനാണെങ്കിലോ എപ്പോൾ വിളിക്കുമ്പോഴും പറയും അമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കരുത്. അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അമ്മേ. അമ്മ അധികം കഷ്ടപ്പെടരുതേ. അതൊന്നും സാരമില്ല മോളെ. നമുക്ക് നല്ലൊരു മരുമോനെ കിട്ടി, അതന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ എൻ്റെ മോളോ അച്ഛനമ്മനും പൊന്നു പോലെയല്ലേ നോക്കുന്നത്. വരെ തുടക്കട്ടെ വേഗം. മോൾക്കുഞ്ഞ് 2 ദിവസം ലീവല്ലേ? അല്ല മോളെ ഒരു കാര്യം ചെയ്യേ. പിന്നെ മോളിൻ്റെ വളയൊന്ന് പൊട്ടിപ്പോയിട്ടില്ലേ? അത് ഞാൻ അമ്മൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവളുടെ വളയൊന്ന് നന്നാക്കി കൊണ്ടുവന്നീ പോയിട്ട്. അല്ലേ മോൾക്കൊന്ന് വീട്ടിലിരിക്കുമ്പോഴേ, സ്കൂളിൽ പോകുമ്പോഴേ വീട്ടിലിരിക്കുമ്പോൾ കയ്യിലിട്ട് കൊടുക്കാമല്ലോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അമ്മയുടെ പൈസ ഒന്നും വേണ്ട അമ്മേ, ഞാനതേ ഏട്ടനോട് പറഞ്ഞ് മേടിച്ചോളാം. പിന്നെ ഇനി എടുക്കുമ്പോൾ ഇത്തിരി നല്ലൊരു വളയിനെ എടുക്കണം. എന്തായാലും അവള് വലിയ കുട്ടിയൊക്കെ ആവാനായതല്ലേ. എന്തിന് അവൻ്റെ അടുത്ത് വെറുതെ പൈസ അയച്ചു തരാൻ പറയുന്നത്? ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ എനിക്കെന്തിനാ വള? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും സ്വർണ്ണത്തിന് വളയൊന്നും ഇടൂല. എനിക്കൊന്നും വേണ്ട വള. വള വേണ്ടെന്നാ പറയുന്നത്. എന്താ ചെയ്യപ്പോ നമ്മള്? അവൾ അങ്ങനെയൊക്കെ പറയാമേ. അവൾക്ക് വല്ല വിവരം ഉണ്ടോ? സ്വർണത്തിനിപ്പോ വില കൂടി വരില്ലേ. 1 2 വള എടുത്ത് വെച്ചാലും നല്ലതാ. അത് നല്ല കാര്യമാണ് മോളെ. ഞാനേ വേഗം പോയി അടിച്ചു വാരി തുടച്ചിട്ട് ചോറും കറിയൊക്കെ ആക്കട്ടെ. മോളെ, അമ്മേ, ഞാനും അച്ഛനും കൂടെ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. ആ വീടിൻ്റെ വാടകയും വാങ്ങണം. പിന്നെ പറമ്പിൽ തേങ്ങകളൊക്കെ പെറുക്കി വെച്ചിട്ട് രാഘവൻ വിറ്റിട്ടുണ്ട്. അത്രേ വിറ്റ പൈസയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അതും വാങ്ങിയിട്ട് വരാം. പിന്നെ പറമ്പിലൊക്കെ ചെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ പോട്ടെ എന്നാ അമ്മ ഞാനും മോളും കൂടെ വരാം. ഞങ്ങൾ ഇവിടെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം? കറണ്ടും ഇല്ല, TV കാണാൻ പോലും പറ്റില്ല. എന്നാ പിന്നെ വന്നോളും 2 ആളും. ഡ്രസ്സൊക്കെ ഇത് മതി, മാറ്റാനൊന്നും നിൽക്കണ്ട. അവരെവിടെയെങ്കിലും പോകുമ്പോഴേക്കും നമുക്ക് പോകണേ. അവർ വാടകയും കൊണ്ടോടെ കാത്തിരിക്കുക. തേങ്ങ ഉണങ്ങിയത് മുഴുവനും വീണ് പോയിട്ടുണ്ട്. പകുതിയൊക്കെ അവനെടുത്ത് പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അവനെ കിട്ടി അവരെടുത്തിട്ട് പോയിട്ടുണ്ടാവുമേ അല്ലേ. പിന്നെ അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ അറിയോ? ഒരു പണി പറഞ്ഞു കൊടുത്താൽ മതി. പറമ്പ് അത്ര വൃത്തിയായി കിടക്കണം നോക്കി. എല്ലാ പണിയും അവൻ കറക്റ്റ് ചെയ്യും. അതിനൊക്കെ വളമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അതിനൊക്കെ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അവന് അയച്ചു കൊടുക്കണം കേട്ടോളേ. അച്ഛാ, ഇത്രയും ദൂരം വന്നിട്ട് ഈ പറമ്പൊക്കെ നോക്കി നടത്താൻ ആർക്കാവും അച്ഛാ? നമുക്കിതങ്ങോട്ട് വിറ്റാലോ? മോളെന്തായി പറയുന്നത്? വിൽക്കാനോ? അത് വിറ്റ പോയില്ല മോളെ, പിന്നെ കിട്ടുമോ നമുക്ക്? ശരിക്കും പറയുകയാണെങ്കിൽ മോള് പറയണതും കാര്യമാണ്. എന്താ അറിയോ, ഇവിടെ വന്ന് നോക്കാനും എടുക്കാനൊക്കെ ആരാ ഉള്ളത്? ഇനി അവനാണെങ്കിൽ ഗൾഫിൽ. പിന്നെ മോൾ എന്താ ചെയ്യുക? നമുക്കാണെങ്കിൽ പ്രായമായിക്കൊണ്ട് വരുന്നു. മോളെ, നമുക്കൊന്ന് ആലോചിക്കാം അല്ലേ സുധാട്ടാ? അമ്മേ, അതന്നെ ഞാൻ പറഞ്ഞതും. ഏട്ടനാണെങ്കിൽ ഈ പറമ്പ്, പാടം, കൃഷി അതൊന്നും തീരെ താല്പര്യമില്ല. ഇവിടെയോ അവിടെയോ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഏട്ടൻ്റെ ആഗ്രഹം. നമുക്ക് ആലോചിക്കാം മോളെ, അവൻ്റെ നാട്ടിൽ പറ്റേ. അമ്മച്ചാ, ഇത് ഇളനീരാണോ? ഇളനീരല്ല മോളെ, ഇതിലൊന്നുമില്ല. തേങ്ങ കിട്ടുപോയതാ. ഇത് വേണ്ട. ഇളനീര് വേണോ? എന്നപ്പോൾ ഇനി വരുമ്പോൾ രാഘവനെ കൊണ്ട് പറയാല്ലേ, കുറച്ചിട്ട് വെക്കാം. നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഓടി വരാം മോളെ ഇങ്ങോട്ടേക്ക്. പിന്നെ എൻ്റെ അമ്മ എന്താ പറയുന്നത്? ഇത് വിൽക്കട്ടേന്ന്. എന്തിനാ? ഇവിടെ നമുക്കൊരു റിസോർട്ട് എടുക്കട്ടെ, അത് നല്ല രസമായിരിക്കും. അതും കാര്യല്ലേ, പുഴയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലേ. ശരിയാണ്. അവിടെ പാലവും കാണാമല്ലോ, നല്ല വ്യൂ ആയിരിക്കും. കണ്ട, നമ്മൾ ആരും ചിന്തിക്കാത്ത ബുദ്ധിയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഇതൊക്കെ നോക്കി നടത്താനൊക്കെ ആർക്കും ആളാകണം മോളെ. നിന്റെ അമ്മ എന്താ പറയണത്? നിന്റെ അച്ഛനും ഗൾഫിൽ നിന്ന് വരട്ടെ, എന്താ പറയണത് അതുപോലെ ചെയ്യാം അല്ലേ. റിസോർട്ട് ഉണ്ടാക്കിയിട്ട് അമ്മക്കന്നെ താമസിക്കാലോ. വാ നമുക്ക് പോവുക, ഇറങ്ങുക. വാ മോളെ വാ. കുപ്പി എടുക്കട്ടെ. ആ സ്ഥലം നിങ്ങൾക്ക് വിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഞാനായിട്ടല്ലേ പറഞ്ഞത്. അവൾ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വെക്കുക എന്ന് പറഞ്ഞിട്ട് വിറ്റത്. അതും വിറ്റു. ആ പൈസ അവളെടുത്തു. നമ്മളുടെ പേർക്ക് ബാങ്കിലിടുന്നല്ലേ പറഞ്ഞത്.
അതങ്ങനെ അവള് ഇങ്ങനെ പറ്റിച്ചെടുക്കുന്ന ഞാൻ അറിയില്ലായിരുന്നു. സ്വന്തം മോളല്ലേ, വിശ്വസിച്ചു പോയി. ഇപ്പൊ നോക്കി ഒരു മാക്സി ഇല്ല, അതുപോലും വാങ്ങാനുള്ള പൈസയും തരുന്നില്ല. ആകെ പടം ഇട്ടത് അവള് ഇതും കയ്യിൽ നിന്ന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇതും വാങ്ങിയ. ഇത് എല്ലാത്ത കാര്യം നീ ഒറ്റ എടുത്തിയാ? ആ സ്ഥലവും പോയി, ആ ബോർഡും പറ്റില്ലേ? നാട്ടുകാർ അപ്പോഴും മറന്നാ ഇങ്ങനെ വിറ്റ് കളിക്കരുത്. അല്ല, സ്വന്തം പെൺമക്കൾ ഇങ്ങനെ സാധിക്കുമോ? ഞാൻ അവിടെ ഇവിടെയും പറയുന്നേ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒരു അനുഭവം വരുന്നതിന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പം അവളെ വിളിച്ചാലും മിണ്ടില്ല. എന്തെങ്കിലും ലേശം എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിച്ച് അച്ഛന് കറി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ മീൻ വാങ്ങാനൊക്കെ എവിടെ നിന്നാ പൈസ? അങ്ങനെ ഒരു പൈസ ഉണ്ടോ ചോദിക്കും. നമുക്കൊന്ന് ഇവിടുന്ന് പോയാലോ? എവിടെ പോവാനാ? എല്ലാം വിറ്റ് കളിച്ചേ. എവിടെ പോവാനാ നീ വരുന്നത്? അമ്മ എന്തെങ്ങനെ രാവിലെ തൊട്ട് TV കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണത്? ഇന്ന് ഈ വീട്ടിൽ എന്തെങ്കിലും പണി അമ്മ ചെയ്തിട്ടുണ്ടാ? എത്ര പണികളുണ്ട്. പണ്ട് അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, എനിക്കിന്ന് പണിയൊന്നും എടുക്കാൻ വയ്യ, അതാ ഞാൻ മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങ് ചെയ്താൽ പോരെ? അമ്മയ്ക്ക് വയ്യായിട്ടാ അമ്മയെ പറഞ്ഞ പണിക്കാരൊക്കെ വെക്കണമെന്ന്. അല്ല മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് വിഷമം കൊണ്ട് പറയാം. ആ സ്ഥലം മുഴുവനും പിടിച്ച് വിൽപ്പിച്ചത് നിൻ്റെ കാരണം കൊണ്ടല്ലേ? നീയല്ലേ സ്ഥലം വിൽക്കുക, പോയി നോക്കാനൊന്നും ആളില്ലാന്ന് പറഞ്ഞിട്ട് വിറ്റും. അവസാനം ഞങ്ങളെ കൊണ്ട് വീടും വിൽക്കാൻ പറഞ്ഞു. നിൻ്റെ ഭർത്താവിനും ഗൾഫിൽ ബിസിനസ് ചെയ്യണം പറഞ്ഞിട്ട്. ആ പൈസ ഞങ്ങളുടെ പേര് കിട്ടതല്ലേ ബാങ്കിൽ, അത് മുഴുവൻ നീ വാങ്ങിയില്ലേ? അതാണ് ഇതാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. വീട് വിറ്റ് പൈസ നിൻ്റെ ഭർത്താവിന് ബിസിനസ്സിനാണ്. ആ സ്ഥലം വിറ്റ് വെച്ച പൈസ അച്ഛൻ്റെ പേർക്ക് ബാങ്കിൽ ഇട്ടതല്ലേ? നീ അതും പിടിച്ച് വാങ്ങിയില്ലേ? അല്ല, അമ്മ എന്ത് വർത്താനായി പറയണത്? എനിക്ക് അവകാശപ്പെട്ട് തന്നെ വാങ്ങിയിട്ടുള്ളൂ. ആരുടെയും ഒന്നും തട്ടിപ്പറിച്ച് വാങ്ങിയതൊന്നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാൻ വേറെ മക്കളൊന്നുമില്ലല്ലോ. അതന്നെയാണ് നീ ഇത്രമാത്രം ഞങ്ങളിട്ട് വലിക്കുന്നത്. വേറെ ഒന്നും കൂടി ഉണ്ടെങ്കിലേ ഇന്നലെ ഞങ്ങൾ പറ്റിക്കില്ലായിരുന്നു. ഉള്ള സ്ഥലവും പോയി എങ്ങനെ കഴിഞ്ഞതാ ഞങ്ങൾ. ഒരു മോളല്ലേ ഉള്ളൂ, അത് ഞങ്ങളെ സ്നേഹിച്ച് പറഞ്ഞതല്ലേ. നമ്മളെ കൈയൊഴിയില്ല എന്ന് പറഞ്ഞു ഉള്ളതെല്ലാം വിറ്റ് നിന്റെ അടുത്തേക്ക് വന്നു. നീ അന്ന് എന്ത് സ്നേഹമായിരുന്നു. അച്ഛൻ പണിയെടുക്കേണ്ട, അമ്മയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു സമയത്തിന് വെച്ച് ഒരുക്കി അത് കഴിക്കും ഇത് കഴിക്കുന്നു പറഞ്ഞ് നിൽക്കുന്നത്. എന്നെ ഒരു പണി എടുപ്പിക്കാണ്ട് എന്റെ നിർബന്ധം ഓരോ പണിയെടുക്കുന്നത്. ഇന്നോ ഞാൻ ഇവിടുത്തെ വെറും വേലക്കാരിയില്ലേ? ഞാൻ ഇവിടുത്തെ വേലക്കാരിയാണോ? എന്നും അച്ഛനും അമ്മയ്ക്കും വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കി കാലും ചോട്ടിൽ കൊണ്ടുവന്നേരാൻ. ഞാൻ എൻ്റെ അവകാശം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ആരെയും പറ്റിച്ചിട്ടും തട്ടിപ്പറിച്ചിട്ടും ഒന്നുമില്ല. ശരി, നീ എൻ്റെ മോൾ തന്നെയാണോ അതാ മരുമോളോ? മരുമോളാണ് നമുക്ക് വിശ്വസിക്കാം. വേറൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ്, അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കുന്നുള്ളത്. നിന്നെ ഞാനല്ലേ പ്രസവിച്ച് വളർത്തിയത്. നിനക്ക് എവിടെ ഈ ചതിപ്പൂത്തി കിട്ടിയത്? എല്ലാം ഇത് നിന്റെ കയ്യിലേക്കാക്കിയപ്പോൾ നിങ്ങൾ പോയിക്കോളില്ലേ? അപ്പോഴവിടുത്തെ ആൾക്കാർ പറഞ്ഞതാ അച്ഛൻ്റെ അടുത്ത്, നിങ്ങളെ വിറ്റിട്ട് പോകണ്ട, സ്വത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ളത്. ആ പാവത്തിനെ കൊണ്ട് ഞാനും കൂടി കൂട്ടുകൂടി വിപ്പിച്ചു. ഇപ്പൊ എല്ലാം പോയി. മനസ്സ് വിട്ടത് നിന്റെ അച്ഛൻ. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നേലാണോ നിങ്ങൾ മനസ്സ് വിട്ടുപോയത്? എന്തിനത്? നിങ്ങളുടെ പേരിൽ ഇപ്പോൾ സ്വത്തും പണമൊന്നും ഇല്ലാത്തതുകൊണ്ടാ? പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് കുറവാണ്ടായിട്ടുള്ളത്? നിങ്ങൾ അത്രയും നന്നായിട്ടല്ലേ ഞാൻ നോക്കിയിരുന്നത്? കൃത്യമായിട്ട് കഴിക്കാൻ ഭക്ഷണമൊക്കെ കിട്ടണില്ലേ? പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളോട് ഇവിടം വിട്ട് പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറ്റണില്ലെങ്കിൽ പൊക്കോളാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നിർത്തിണ്ടാവോ? എപ്പോ നോക്കിയാലും അടിയും പിടിയും കച്ചറ്. എന്താ ഇത്? നല്ല സമാധാനത്തിൽ നിൽക്കുന്ന വീടല്ലേ ഇത്? പണ്ടൊക്കെ എന്ത് സന്തോഷം ഇവിടെ. അമ്മയും അച്ഛനൊക്കെ വരുന്ന എന്തൊക്കെ എത്ര നന്നായിട്ട് അവർ വരുന്നത് അറിയോ? എനിക്ക് എന്തൊക്കെ കൊടുത്തരേനു. അമ്മ സ്ഥലം വിറ്റേന്റെ ശേഷം ഫുള്ള് നാശമായി. നിങ്ങളുടെ ഇടയിലൊക്കെ പെട്ടെന്ന് നിന്നെയാണ് നിൽക്കുന്നത്. മോളെ, ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല. നിൻ്റെ അമ്മ തന്നെയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിന്നെയൊക്കെ വിശ്വസിച്ചാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. എത്ര നന്നായിട്ടേ നിന്നെയൊക്കെ ഞങ്ങൾ നോക്കിയത്. എന്തെങ്കിലും ഒരു കുറവ് നിനക്ക് വരുത്തിയിട്ടുണ്ടോ? നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇത്രയും വലിയ മോളാകുന്നവർ നിനക്കിവിടെ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടത് വാങ്ങിക്കൊണ്ട് ഓടി എത്തുന്നില്ലേ? എത്ര നന്നായിട്ട് ഞങ്ങൾ വരും പോവുകയൊക്കെ ചെയ്ത് വേണ്ടതെല്ലാം വാങ്ങിക്കൊണ്ട് തരുമെടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ മോളാണ് പറഞ്ഞിട്ടല്ലേ. ഇപ്പം ഞങ്ങൾക്ക് വയ്യാണ്ടായി എന്തെങ്കിലും അച്ഛനും പനിയായിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞ് അവിടെ ഗുളികൻ്റെ അടുത്ത് കഴിച്ചോട്ടെ എന്നുള്ളത്? അച്ഛനമ്മമാരുടെ കടമ തന്നെയാ അവരുടെ മക്കളെ ഒരു കുറവ് അറിയിക്കാതെ വളർത്തേണ്ടത്. പിന്നെ എനിക്ക് അവകാശപ്പെട്ട സ്വത്താ വാങ്ങിയിട്ടുള്ളത്. ഇത് നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. അച്ഛന്റെ അമ്മയുടെ സ്വത്തിന്റെ പൂർണ്ണ അവകാശി അവരുടെ മക്കളാ. അമ്മയ്ക്ക് ഞാൻ കൂടാതെ വേറെ മക്കളൊന്നും ഇല്ലല്ലോ കുറച്ച് സ്വത്ത് കൊണ്ടുകൊടുക്കാൻ.
എന്താണിത്? എന്താ പ്രശ്നം? എന്താ ഒരു നിലവിളിത്? എന്ത് സൗണ്ട് ആക്കുന്നത്? അച്ഛാ, എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ. പക്ഷെ ഞാനും അമ്മയും കൂടി ഇനി ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ എനിക്ക് നമ്മുടെ സ്വത്തൊക്കെ വിറ്റിട്ടുള്ള പൈസ തന്നേനെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അതാണ് അമ്മ ഓരോ ദിവസം എന്നോട് ഓരോ കാരണം കണ്ടെത്തിയിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. ഞാൻ ആകെ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അവകാശപ്പെട്ട എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് ഞാൻ വാങ്ങി എന്നുള്ളത്. അതിനെയാണ് ഇപ്പൊ എന്നും അമ്മ എന്നായിട്ട് അടി ഉണ്ടാക്കാൻ വരുന്നത്. ഇവള് ഞാൻ ചേരില്ല അത്രേ പറയണ നോക്കിയവള്. എനിക്കത് വേണ്ടേ, നീ അനുഭവിക്കണത്. മോളെ, നീ ഞങ്ങളുടെ മോള് തന്നെയാണ്. പക്ഷെ അതൊക്കെ കാര്യം തെറ്റിന്. സ്വത്ത് മുഴുവൻ കയ്യിലാക്കിയിട്ടേ നീ കൂടുതൽ അഹങ്കാരിക്കാൻ നിൽക്കണ്ട. ഇപ്പത്തെ നിയമം എന്താണെന്ന് അറിയാലോ. ഇനി എന്തായാലും ഇവളുമായിട്ടേ കൂടുതൽ കാലം യോജിച്ച് പോകാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എനിക്ക്. എത്രയെന്ന് വെച്ചാൽ ഇവളുടെ ഭാഗമൊക്കെ കേട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരുപാട് എത്ര കാലം നമ്മൾ ജീവിക്കുന്നത് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് മരിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. എനിക്ക് സ്ഥലവും വീടും പറമ്പൊക്കെ വിറ്റ് പൈസ തന്നിട്ടില്ലേ, അതിലെ 1/4 ഭാഗം നീ കേട്ടോ, ബാക്കി 3/4 ഭാഗം ഞങ്ങൾ തിരിച്ചതാ. 3/4 ഭാഗോ? എന്തിന്? അത് നീ ഞങ്ങളുടെ മോളായിരിക്കും, അല്ലെങ്കിൽ മുഴുവൻ പൈസ തിരിച്ചല്ലേ. അത് ഏതാ വേണ്ട നീ തീരുമാനിച്ചു. എന്നാലേ ഇത് കേട്ടോളൂ, നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ടേ ഇനി ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ബാക്കിയില്ല. അതൊക്കെ എന്നോ ചെലവായി പോയി. നിങ്ങൾ കേസ് കൊടുക്ക്, സ്വന്തം മോളുടെ പേരിൽ ഒരു കേസാ കൊടുക്ക്. ഏട്ടാ ഇവിടെ ആകെ പ്രശ്നമായിട്ടിരിക്കണത്. അമ്മ അച്ഛനായിട്ടൊക്കെ ഒന്നൊരു വർത്താനം ഉണ്ടായി. അവരുടെ സ്ഥലവും വീടൊക്കെ വിറ്റിട്ട് നമ്മൾ പൈസ വാങ്ങിയില്ലേ, അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര അഹങ്കാരാ. ഇവിടെ വന്നിട്ട് ഒരു പണി എടുക്കാതിരിക്കണായിട്ടപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചു എന്താ ഒരു പണിയും ചെയ്യാതിരിക്കണേന്ന്. അതാകെ പ്രശ്നമായി. അവരന്നേ സ്ഥലവും വീടൊക്കെ വിറ്റ് തന്ന പൈസ അല്ലേ, അത് മുഴുവൻ തിരിച്ചു കൊടുക്കാനാ പറയണത്. ഞാൻ പറഞ്ഞു ഇനി ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, തിരിച്ചു തരാൻ പറ്റില്ല, പോയിട്ട് കേസ് കൊടുത്തോളാം. ഏട്ടാ അവര് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യമുള്ളത്, ഞാൻ അവരുടെ സ്വന്തം മോളാ. അവരെന്തായാലും എന്നെ കൊടുക്കില്ല. പക്ഷെ നിങ്ങൾ എന്തായാലും ഇതിൽ കുടുങ്ങിപ്പോവും, അതെനിക്ക് ഉറപ്പാ. നിങ്ങൾ കുടുങ്ങും. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഇവരെ കൊണ്ട് എല്ലാ സ്ഥലവും വീടൊക്കെ ഞാൻ വിൽപ്പിച്ചത്. ആ പൈസ മുഴുവനും നിങ്ങളല്ലേ ബിസിനസ്സിലേക്ക് ഇറക്കിയതും. എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പറയണത്? ഒന്നെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കുക. അവരിനി ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത്? അവരിനി ഇനിയും സോപ്പിട്ട് നിൽക്കുക ഇവിടെ? അവരാകെ അടഞ്ഞു നിൽക്കുക. ഇനി എന്ത് പറഞ്ഞാലും അവർ കേൾക്കില്ല. എനിക്ക് ഉറപ്പാ അച്ഛനും അമ്മയും കൂടി ഇത് എന്തായാലും ഒരു കേസാക്കി നൂലാമാലയാക്കി തീർക്കും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്നിട്ട് ഇത് എന്താ വെച്ചാൽ സംസാരിച്ച് റെഡിയാക്കിക്കോ. അതെ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ നിങ്ങൾ വന്നില്ലെങ്കിൽ വേണ്ട. പോലീസ് നിങ്ങളെ വിളിച്ചു വരുത്തുമ്പോഴേ നിങ്ങൾക്ക് കാര്യത്തിന്റെ ഗൗരവമൊക്കെ മനസ്സിലായിക്കോളൂ. അമ്മച്ചൊക്കെ പോവാൻ മാറ്റി നിൽക്കല. മാറി നിൽക്കേ. നീ എന്നിട്ടൊന്നും പറഞ്ഞില്ലേ അവരോട്? ഞാൻ പറഞ്ഞു കൊറേ പോണ്ടെന്ന്. അമ്മ പോവണ്ട. അമ്മ ഓരോന്ന് പറഞ്ഞു വിചാരിച്ചു നിങ്ങൾ എന്തിനാ പോകുന്നത്? ഇനി നിന്റെ അമ്മന്റെ വാക്ക് കേട്ട് ഇവിടെ ഇരിക്കേ. അമ്മേ, അച്ഛാ, നിങ്ങൾ എങ്ങടേ പോകുന്നത്? ഏത് വീട്ടിലാ അമ്മയും അച്ഛനും മക്കളും തമ്മിലൊന്നും പ്രശ്നങ്ങളില്ലാത്തത്? ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടുന്ന് പോവാൻ നിൽക്കുക. ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല മോളെ, ഞങ്ങൾ ഇറങ്ങാം. പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കാ. അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ ഇറക്കി വിടില്ല. ഞങ്ങൾക്ക് വലിയൊരു ചതി പറ്റി, അതുപോലെ എൻ്റെ ആങ്ങൾക്ക് ചതി പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം 2 ദിവസത്തിൽ വിവരം അറിയിക്കുക. ഇനിയൊരു വരത്ത് ഞങ്ങൾ വരാൻ ഇടവരുത്തരുത്. ഇനി വരികയാണെങ്കിൽ ഞങ്ങളായിരിക്കില്ല വരുന്നത്. പോണ്ട അമ്മമ്മേ. ഇല്ല മോളെ, ഞങ്ങൾ പോവുക. നിങ്ങളെങ്കിലും ഒന്ന് കേക്ക്. ഇല്ല മോള് വിഷമിക്കണ്ട, ഞങ്ങൾ പോവുക. മക്കൾക്ക് എന്നും അച്ഛനമ്മ ഭാരമാണ്. പക്ഷെ അച്ഛനമ്മമാർക്ക് ഒരു മക്കൾ എന്നും ഭാരമല്ല. നിങ്ങൾ വരും, നിങ്ങളെന്താ നോക്കി നിൽക്കുക? നിങ്ങൾ പോവല്ലേ? മോള് വിഷമിക്കണ്ട. ഇനി നിന്റെ അമ്മൻ്റെ കൂടെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യോജിക്കില്ല. പോവല്ലേ?